ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മടവൂർ ടൗൺ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. തിരിച്ചറിവ് 24 പ്രകാശം പരത്തുന്ന യുവത്വങ്ങൾ എന്ന പരിപാടി കുന്നമംഗലം SHO അഷറഫ് ഉദ്ഘാടനം ചെയ്തു. മടവൂരിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി മടവൂർ ടൗൺ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. തിരിച്ചറിവ് 2024 പ്രകാശം പരത്തുന്ന യുവത്വങ്ങൾ കുന്നമംഗലം SHO അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ശരിയാണല്ലോ സാറേ, എനിക്ക് സിപ്പപ്പിന്റെ കവർ പോലും പൊട്ടിച്ചു തിന്നാൻ എനിക്ക് എന്റെ പല്ലുകൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇതേ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാക്സിമം 10 വർഷമേ ഈ ആൾ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടുകൂടി അവനെ നോക്കി ഞാൻ ഓർത്തുക. നമ്മൾക്കൊരു സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മാധ്യമത്തിൽ കൂടി ചുമ്മാ ഒന്ന് ഒരു ഒഴുകി നോക്കിപ്പോകുന്നത് പോലെ, ഇംഗ്ലീഷ് ഗ്ലാൻസിംഗ് പോലെ ചുമ്മാ നോക്കിപ്പോകും. ഇതേപോലെയുള്ള ഒരു സംഭവമാണ് ഇതൊന്നും എന്നെയും എന്റെ കുടുംബത്തെയും ബാധിക്കുകയില്ല എന്നും നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള പഴയ വാക്യമാണ് ഞാൻ പറയുന്നത്. ലഹരി വിരുദ്ധ സമിതി ചെയർമാൻ OV ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഫിലിപ്പ് മമ്പാട്, മഹേഷ് ചിത്രവർണം എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സന്തോഷ് മാസ്റ്റർ, മഹല്ല് പ്രസിഡന്റ് TK അബൂബക്കർ മാസ്റ്റർ, P മൊയ്തീൻകുട്ടി മാസ്റ്റർ, മുഹമ്മദ് ഉവൈസ് റഹ്മാനി, EM വാസുദേവൻ, അബ്ബാസ് ഹാജി പറയങ്ങോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് CM മക്കാം. ഈ മക്കാം ഉൾപ്പെടുന്ന ഈ മടവൂർ പ്രദേശം ഇന്ന് സാമൂഹ്യ ദ്രോഹികളും അതുപോലെ തന്നെ ലഹരി മാഫിയയും പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള ആളുകൾ കൂട്ടമായ ഒരു ശ്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മഹല്ല് ജനറൽ സെക്രട്ടറി കാസിം കുന്നത്ത് സ്വാഗതവും കൺവീനർ ഷംസുദ്ദീൻ കുറ്റ്യാപ്പുറത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 40 വർഷത്തിന് ശേഷം കൊയിലാണ്ടി ശ്രീ വാസുദേവാശ്രമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യത്തെ